ഞാൻ സമത ആശുപത്രിയിലെ സ്ഥാപിതമായ ART ലെവൽ 2 ക്ലിനിക്കിൻ്റെയും സറോഗസി ക്ലിനിക്കിൻ്റെയും മെഡിക്കൽ ഡയറക്ടറാണ്. ഇന്നിവിടെ സമത ആശുപത്രിയുടെ ചരിത്രവും നേട്ടങ്ങളും നമ്മൾ ഹ്രസ്വമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 1978 ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനനം ഇംഗ്ലണ്ടിൽ സംഭവിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ പ്രത്യുൽപാദന ശാസ്ത്രരംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു അത്. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ലൈംഗിക വീഴ്ചയിലൂടെയുള്ള ഗർഭധാരണത്തിനുപരിയായി ലൈംഗിക വീഴ്ചയില്ലാതെ ഗർഭധാരണവും പ്രസവവും നടക്കുവാൻ സാധ്യമായ ഒരു ടെക്നോളജിയായിരുന്നു IVF ചികിത്സ. IVF ചികിത്സ എന്ന് പറയുന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ART എന്ന് പറയുന്ന അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഈ മേഖലകളിൽ ഊന്നിയിട്ടുള്ള ചികിത്സയാണ് ടെസ്റ്റ് ട്യൂബ് ശിശു ചികിത്സ. വിവാഹിതരായ ദമ്പതിമാരിൽ ഏതാണ്ട് 10 മുതൽ 15% പേർക്ക് വന്ധ്യതാ രോഗം നിലവിലുണ്ട്. പരമ്പരാഗതമായ ചികിത്സാ രീതികൾ പരാജയപ്പെടുമ്പോൾ ലൈംഗികേതര വീഴ്ചയിലൂടെ ടെക്നോളജിയിലൂടെ നമുക്ക് ഗർഭധാരണവും പ്രസവവും സാധ്യമാക്കാം. അങ്ങനെ ഈ IVF മാർഗത്തിലൂടെയുള്ള ഗർഭധാരണത്തിലൂടെ ദമ്പതിമാർ തലമുറകളിലൂടെ മുറിയാത്ത കണ്ണികളാകുന്നു. 1978 തന്നെ ഇന്ത്യയിൽ കൽക്കട്ടയിലും 1986 ബോംബെയിലും 1998 കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലും ടെസ്റ്റ് ട്യൂബ് ജനനം നടന്നു. 2000 തിരുവനന്തപുരം സമത ആശുപത്രിയിൽ കേരളത്തിലെ രണ്ടാമത്തെയും തെക്കൻ കേരളത്തിലെ ആദ്യത്തെയും ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ജനനം നടന്നു. തിരുവനന്തപുരം ആശുപത്രിയുടെ മാതൃസ്ഥാപനമായ സമത ആശുപത്രി 1989 ആറ്റിങ്ങിൽ സ്ഥാപിതമായി. ആ കാലം മുതൽ തന്നെ വന്ധ്യതാ ചികിത്സയിലും മറ്റനുബന്ധ ഗൈനക്കോളജി രോഗങ്ങളിലും പ്രത്യേക മികച്ച സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ലാപ്രോസ്കോപ്പി സർജറി വിഭാഗത്തിലും അൾട്രാസൗണ്ട് സംവിധാനത്തിലും അന്നു മുതൽ തന്നെ ആറ്റിങ്ങലിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. 1996 കളർ ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനം ആറ്റിങ്ങലിൽ കേരളത്തിലെ ആദ്യത്തെ ഗൈനക്കോളജി വിഭാഗം ആശുപത്രികളിലെ സംഭവമായിരുന്നു. ഇന്ന് സമത ആശുപത്രിയുടെ ബ്രാഞ്ചുകൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2019 കൊച്ചിയിൽ ടെലിമെഡിസിൻ മാതൃകയിൽ ഒരു ബ്രാഞ്ചും ഏതാനും വർഷം നടത്തിയിരുന്നു. ചികിത്സയുടെ ഗുണമേന്മയിലും സുരക്ഷയും കണക്കിലെടുത്ത് സമത ആശുപത്രികൾക്ക് ഗുണമേന്മയുടെ അംഗീകാരങ്ങൾ നിരവധി നേടിയിട്ടുണ്ട്. ISO സർട്ടിഫിക്കേഷൻ, NABH അക്രഡിറ്റേഷൻ, ISAR അക്രഡിറ്റേഷൻ മുതലായവ ഏതാനും ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന IVF ആശുപത്രിയാണ് തിരുവനന്തപുരം സമത ആശുപത്രി. അതേപോലെ തന്നെ NABH അംഗീകാരം ഇന്ത്യയിൽ ആദ്യമായി ലഭിക്കുന്ന IVF ക്ലിനിക്കാണ് തിരുവനന്തപുരം ആശുപത്രി. കൂടാതെ ഗൈനക്കോളജി ഡോക്ടർമാരുടെ സംഘടനയായ ഫോക്സിയുടെ ട്രെയിനിങ് സെൻ്ററായും സമത ആശുപത്രി പ്രവർത്തിക്കുന്നു. വന്ധ്യതാ മേഖലയിലും അൾട്രാസൗണ്ട് മേഖലയിലും ഹ്രസ്വവും ദീർഘവുമായ ട്രെയിനിങ് കോഴ്സുകൾ സംഘടിക്കപ്പെടുന്നുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ടെക്നോളജിയുടെ ഗവേഷണ പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര മാഗസിനുകളിൽ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിലും സമത ആശുപത്രിക്ക് പങ്കാളിത്തമുണ്ട്. 1999 തിരുവനന്തപുരത്ത് IVF സെൻറ്റർ തുടങ്ങുന്നതിന് മുമ്പ് ചീഫ് ഇൻഫെർട്ടിലിറ്റി ഡോക്ടറായ ഡോക്ടർ സതി M. പിള്ളൈ സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രത്യേക പരിശീലനം നേടിയിരുന്നു. കൂടാതെ 1998
ബോംബെയിലെ ഇന്ദിരാ ഹിന്ദുജയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൺഫ്ലവർ IVF ക്ലിനിക്കിൽ നിന്നും വിദഗ്ധമായ പരിശീലനം നേടിയിരുന്നു. 1978 ആദ്യത്തെ IVF പ്രസവത്തിൻ്റെ 25ാം വാർഷികത്തിൽ 2003 നോബൽ സമ്മാനം IVF ചികിത്സയ്ക്ക് ലഭിക്കുകയുണ്ടായി. ആ ദിനത്തോട് സ്മരണാർത്ഥം സമതാശുപത്രി തിരുവനന്തപുരം VJT ഹാളിൽ ഡോക്ടർ ഇന്ദിരാ ഹിന്ദുജയുടെ അധ്യക്ഷതയിൽ IVF സെമിനാറും പൊതു സമ്മേളനവും നടത്തിയിരുന്നു. സമതാശുപത്രിയിലെ IVF ട്രീറ്റ്മെൻറ്റ് ടീമിലെ ഡോക്ടർമാർ ഡോക്ടർ രാംഗോപാൽ പിള്ളൈ, ഡോക്ടർ പാർവതി പിള്ളൈ, ഡോക്ടർ ജാനകി തങ്കം പിള്ളൈ മുതലായവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കോൺഫറൻസുകളിലും ശില്പശാലയിലും നിരന്തരം പങ്കെടുക്കുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി, അഡ്വാൻസ്ഡ് അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നീ മേഖലയിൽ പ്രഗത്ഭമായ ചികിത്സാ സൗകര്യങ്ങൾ സമതാശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ IVF ചികിത്സയുടെ ആരംഭഘട്ടത്തിൽ ഏതാണ്ട് 2000-2005 കാലയളവിൽ സമതാശുപത്രിക്ക് ഈ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു 2002 ജനിച്ചതിനോടൊപ്പം 2001 തന്നെ കൂടുതൽ ഗർഭധാരണ ശേഷിയുള്ള എംബ്രിയോ ട്രാൻസ്ഫറിനുപരിയായി ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ രീതിയിൽ ഒരു പ്രസവം 2001 സമതാശുപത്രിയിൽ നടന്നു. 2002 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രായം ഏറിയ പോസ്റ്റ് മെനോപാസൽ ഡെലിവറി തിരുവനന്തപുരം സമതാശുപത്രിയിൽ ഉണ്ടായിരുന്നു. 56 വയസ്സുള്ള ആ സ്ത്രീയുടെ 2 കുട്ടികൾ, 26ഉം 28ഉം പ്രായമുള്ള കുട്ടികൾ രോഗത്താലും അപകടത്താലും മരണപ്പെട്ടതിന് ശേഷം അവർക്ക് പോസ്റ്റ് മെനോപാസൽ രീതിയിലുള്ള ചികിത്സയിലൂടെ ഒരു കുട്ടി ജനിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ 2002 അണ്ഡാശയമില്ലാത്ത ഒരു സ്ത്രീക്ക് അണ്ഡദാനത്തിലൂടെ ഒരു ഗർഭധാരണവും നടക്കുകയുണ്ടായി. 2004 ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ 3ാമത്തെ സ്ത്രീയുടെ പോസ്റ്റ് മെനോപാസൽ ഡെലിവറി ആർത്തവ വിരാമശേഷം ഗർഭധാരണവും പ്രസവവും സമതാശുപത്രിയിൽ നടന്നു. 2005 കേരളത്തിലെ ആദ്യമായി പകര ഗർഭധാരണ രീതിയിലൂടെ സറോഗസി മാർഗത്തിലൂടെ ആദ്യമായി കേരളത്തിൽ ഒരു പ്രസവം നടന്നത് സമതാശുപത്രിയിലാണ്. 2021 ഈ മേഖലയുടെ നിയന്ത്രണത്തിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2 ബില്ലുകൾ പാസ്സായി. ART ബില്ലും സറോഗസി ബില്ലും. ഈ വന്ധ്യത ചികിത്സയുടെ സാങ്കേതിക മേന്മകളെ അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും വന്ധ്യത ചികിത്സയുടെ എല്ലാ രീതികളും അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥ അങ്ങനെ നിയമപ്രാബല്യത്തിൽ വന്നു. ഇത് വന്ധ്യതാ രോഗികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും പൂർണ്ണ സമ്മതത്തോടു കൂടിയും ഈ സാധ്യതകളെ കണക്കിലെടുത്ത് ഗർഭധാരണവും പ്രസവവും കുടുംബ സ്ഥാപനവും നടത്തുവാനുള്ള വലിയൊരു അവസരമാണിത്. 1978 മുമ്പ് അസാധ്യമായിരുന്ന ഇത്തരം പ്രസവവും കുടുംബസ്ഥാപനവും ഇത്തരം രോഗികൾക്ക് വളരെ അനുഗ്രഹമായി മാറി. 1989 മുതൽ 2024 വരെയുള്ള 35 കൊല്ലത്തെ പരിചയവും നേട്ടങ്ങളും കൈമുതലായുള്ള സമതാശുപത്രികൾക്ക് ഈ കേരളത്തിലെ വന്ധ്യത ചികിത്സാ മേഖലയിൽ മുൻനിരയിൽ വന്ധ്യത ചികിത്സയിൽ സ്ഥാനവുമായി പ്രവർത്തനങ്ങൾ തുടരുകയാണ്.